എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ ബാലനും ആര്യനും തമ്മിലുള്ള ഒരു വാക്ക് തർക്കം തന്നെയാട്ടോ ആദ്യം കാണുവാൻ സാധിക്കും. നമ്മുടെ ബാലൻ നമ്മുടെ ആര്യന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ പഠിച്ച് ഏത് നിലയിൽ എത്തണം എന്നാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് നിനക്കറിയാലോ. എന്റെ ഒരു ശാപം നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നീ എത്ര പട്ടിണി കിടന്നാലും അല്ലെങ്കിൽ ഞാൻ എത്ര പട്ടിണി കിടന്നാൽ പോലും നിന്നോടുള്ള എന്റെ ദേഷ്യം മാറത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ ദേഷ്യം പറയുന്നുണ്ട് നമ്മുടെ ബാലൻ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രീദേവി മനഃപൂർവ്വമാണോ ആ ഒരു പൊട്ടങ്കളി കളിച്ചതാണോ എന്നറിയില്ല, നമ്മുടെ ബാലൻ കടയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ആകാശം മീനാക്ഷി ബീച്ചിൽ പോയ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛൻ കണ്ടായിരുന്നോ, മീനാക്ഷി ചേച്ചിയും ആകാശേട്ടനും കൂടി ബീച്ചിലൊക്കെ പോയി കറങ്ങി നടക്കുക, ഫോട്ടോസൊക്കെ ഇത്ര കഴിച്ചു കൊടുത്തിരുന്നു എന്നൊക്കെ പറയുക. അപ്പൊ തന്നെ നമ്മുടെ ബാലൻ തുടങ്ങി, അവനവിടെ കറങ്ങി നടക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം തുടങ്ങിയിട്ടോ. അപ്പൊ ഇതിനൊക്കെ പിന്നാലെ അച്ഛൻ പോയതിന് നമ്മുടെ ബാലൻ പോയതിനു ശേഷം നമ്മുടെ ശ്രീദേവിയോട് നമ്മുടെ മിത്ര കുറെ ചൂടാവുന്നുണ്ട്. അവർ ബീച്ചിൽ പോയ കാര്യം ചേച്ചിനോട് ആര് പറഞ്ഞു അച്ഛനോട് പറയാൻ? അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല, ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാകാൻ നിൽക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിത്രയും പറയുന്നുണ്ട്, നമ്മുടെ ഗോമതിയും പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ശ്രീദേവി എന്തിനാ ഇടപെടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ശ്രീദേവി ആ ഒരു പ്ലേറ്റ് മാറ്റാൻ വേണ്ടി നമ്മുടെ മിത്രയുടെ കാല് പിടിച്ച് മാപ്പ് പറയുവാട്ടോ. എന്നോട് ക്ഷമിക്കും മിത്ര, ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്രയുടെ കാലൊക്കെ പിടിച്ച് പൊക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇവര് കൊച്ചിയിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ദേവമംഗലത്തെ ആ ഒരു അന്തരീക്ഷം എങ്ങനെയായിരിക്കും എന്ന് ഇപ്പൊ പറയാനേ പറ്റുന്നില്ല അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.